സൈക്ലോവിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇടതുപക്ഷ സർക്കാർ അവസാന ഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. നിലവിൽ 2 ഗഡുക്കൾ പദ്ധതിയിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ മാസത്തെ തുക കുടിശ്ശികയായിരിക്കുകയാണ്. ഇപ്പോൾ അതിനോടൊപ്പം UDF സർക്കാർ അത് പരിഷ്കരിച്ച് മറ്റൊരു ആനുകൂല്യം കൂടി ചേർത്താണ് വിതരണം ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ ഒന്നായ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പാക്കാൻ നടപടി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളിലേക്കാണ് KSRTC കടന്നത്. ആദ്യം എത്ര സ്ത്രീ യാത്രക്കാരാണ് ദിവസവും KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതെന്ന് കണ്ടെത്തും. പതിവായി ടിക്കറ്റ് റിസർവേഷൻ നടത്തുന്നവരിൽ 45% സ്ത്രീകളാണെന്നാണ് കണക്ക്. റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നതിൽ 55 മുതൽ 60% വരെ സ്ത്രീകളാണ്. 23.5 ലക്ഷം യാത്രക്കാരാണ് ദിവസവും KSRTC ബസ് ഉപയോഗിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും AC സൂപ്പർ ക്ലാസ് സർവീസുകൾ ഉൾപ്പെടെ സൗജന്യ യാത്ര നടപ്പാക്കാൻ മാസം 90 കോടി രൂപ എങ്കിലും KSRTCക്ക് നൽകേണ്ടി വരും. സൂപ്പർ ക്ലാസ് സർവീസുകൾ ഒഴിവാക്കി സൂപ്പർ ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര നൽകിയാൽ ഏകദേശം 60 കോടി രൂപ ചിലവാകും. BPL വിഭാഗം സ്ത്രീകൾക്ക് മാത്രമാണ് സൗജന്യ യാത്രയെങ്കിൽ ഇതിലും ചിലവ് കുറയും. ഇത്തരത്തിൽ 3 ശുപാർശകൾ KSRTC സർക്കാരിന് സമർപ്പിക്കും. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ 3 ദിവസവും ഇവർക്ക് പ്രത്യേക ടിക്കറ്റ് നൽകുന്ന സംവിധാനം ടിക്കറ്റ് മെഷീനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നൽകുന്ന ടിക്കറ്റുകളിൽ സ്ത്രീ, പുരുഷ, ട്രാൻസ്ജെൻഡർ, ചൈൽഡ് എന്നിങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് നിലവിൽ പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരത്തെ വിതരണം ചെയ്തിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും മറ്റു സാങ്കേതിക കാരണങ്ങൾ മൂലം ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണത്തിൽ ചെറിയ കാലതാമസം നേരിട്ടിരുന്നു. ഉത്തരവുകൾ നിലവിലുണ്ടെങ്കിലും തുക അക്കൗണ്ടുകളിൽ എത്താത്തത് ഗുണഭോക്താക്കൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തെ കുടിശ്ശിക പെൻഷൻ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ തുക അക്കൗണ്ടുകളിലേക്ക് എത്തും. ഇതോടെ ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയായ 2000 രൂപ ഒന്നിച്ച് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പദ്ധതി നിർത്തലാക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും റിപ്പോർട്ടുകളും എത്തുന്നുണ്ട്. സർക്കാർ പ്രത്യേക ഓർഡറിലൂടെയും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയും നടപ്പിലാക്കിയ പദ്ധതിയായതിനാൽ ഇത് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അധികൃതരുടെ തീരുമാനം. പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ കൂടുതൽ വിപുലീകരണ നടപടികൾ ഉണ്ടായേക്കുമെന്നും സാധ്യതയുണ്ട്. നിലവിൽ മുൻഗണനാ വിഭാഗത്തിൽ മാത്രമുള്ള ഈ ആനുകൂല്യം വരും ദിവസങ്ങളിലും APL വിഭാഗത്തിലുള്ള അർഹരായ സ്ത്രീകൾക്കും ലഭിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും ചില സൂചനകളൊക്കെ എത്തുന്നുണ്ട്. നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി APL കാർഡ് ഉടമകൾക്കും അപേക്ഷിക്കാൻ അവസരം നൽകുന്ന രീതിയിൽ പദ്ധതി പരിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ടാകുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. പദ്ധതിയിൽ ഏകദേശം 30 ലക്ഷം പേരെ ഉൾപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും നിലവിൽ 18 ലക്ഷത്തോളം അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 17 ലക്ഷത്തോളം പേർക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പ്രായപരിധി പാലിക്കാത്തവർ, മറ്റു പെൻഷനുകൾ ലഭിക്കുന്നവർ, സർക്കാർ ജോലിയിലുള്ളവർ തുടങ്ങിയ അനർഹരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് തുക മുടങ്ങാതെ അക്കൗണ്ടുകളിൽ ലഭ്യമാക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ സർക്കാർ വെബ്സൈറ്റുകൾ വഴി വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്.